നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് തന്മാത്രയാണ്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിവുള്ള ഏറ്റവും ചെറിയ കണമാണ് തന്മാത്ര. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിവുള്ള ഏറ്റവും ചെറിയ കണം തന്മാത്ര എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്നത് തന്മാത്ര എന്നാണ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണെങ്കിൽ അത് ആറ്റമാണ്. ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് അവഗാഡ്രോ. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ അവഗാഡ്രോ ആണ്. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ്. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നാണ് തന്മാത്രകൾ അറിയപ്പെടുന്നത്. ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ. കൊഹിഷൻ എന്നാൽ ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് അഡ്ഹിഷൻ എന്നാണ്. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ. ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹിഷൻ എന്നും വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹിഷൻ എന്നും അറിയപ്പെടുന്നു. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.221407 ഇൻറ്റു 10⁻23 ആണ്. 6.022 ഇൻറ്റു 10⁻23 ആണ് അവഗാഡ്രോ നമ്പർ. ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളാണ് ഏകാറ്റോമിക തന്മാത്രകൾ. ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ ഏകാറ്റോമിക തന്മാത്രകൾ എന്നറിയപ്പെടുന്നു. 2 ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകളാണ് ദ്വയാറ്റോമിക് തന്മാത്രകൾ. ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളാണ് ഏകാറ്റോമിക തന്മാത്രകൾ. 2 ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകളാണെങ്കിൽ ദ്വയാറ്റോമിക തന്മാത്രകൾ എന്നറിയപ്പെടുന്നു. 2-ലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകളാണ് ബഹു ആറ്റോമിക തന്മാത്രകൾ. 2-ലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് ബഹു ആറ്റോമിക തന്മാത്രകൾ എന്നാണ്. ഒരു ആറ്റം ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ചാർജാണ് പോസിറ്റീവ് ചാർജ്. ഒരു ആറ്റം ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ചാർജ് പോസിറ്റീവ് ചാർജാണ്. ഒരു ആറ്റം ഇലക്ട്രോൺ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ചാർജ് നെഗറ്റീവ് ചാർജാണ്. ഒരു ആറ്റം ഇലക്ട്രോൺ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ചാർജ് നെഗറ്റീവ് ചാർജാണ്. ചാർജുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് അയോണുകൾ എന്നാണ്. ചാർജുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് അയോണുകൾ എന്ന പേരിലാണ്. ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റാണ് മോൾ. ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റാണ് മോൾ. മോൾ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 23 ആണ്. ഒക്ടോബർ 23 മോൾ ദിനമായി ആചരിക്കുന്നത്. ആറ്റത്തിൻ്റെ ഭാരമളക്കുന്ന യൂണിറ്റാണ് AMU, ആറ്റോമിക് മാസ് യൂണിറ്റ്. ആറ്റത്തിൻ്റെ ഭാരമളക്കുന്ന യൂണിറ്റ് ആറ്റോമിക് മാസ് യൂണിറ്റാണ്. ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1.6737 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമാണ്. 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമാണ് ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ്. ആറ്റോമിക മാസ് യൂണിറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് യൂണിഫൈഡ് മാസ് എന്നാണ്. ആറ്റോമിക മാസ് യൂണിറ്റ് നിലവിൽ അറിയപ്പെടുന്നത്. ഒരു മൂലക ആറ്റത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെ അതിൻ്റെ 1 ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയുന്നു. ഒരു മൂലക ആറ്റത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെ അതിൻ്റെ 1 ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയുന്നു.
1 ഗ്രാം ആറ്റോമിക മാസ് വീതം ഏത് മൂലകം എടുത്താലും അവയിലെ ആറ്റങ്ങളുടെ എണ്ണം അവഗാഡ്രോ എണ്ണം തന്നെയായിരിക്കും. 1 ഗ്രാം ആറ്റോമിക മാസ് വീതം ഏത് മൂലകം എടുത്താലും അതിലെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അവഗാഡ്രോ എണ്ണമായിരിക്കും. പദാർത്ഥത്തിൻ്റെ 1 ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വിളിക്കുന്നു. 1 ഗ്രാം മോളിക്കുലാർ മാസ് ഏതൊരു പദാർത്ഥം എടുത്താലും അതിൽ അവഗാഡ്രോ എണ്ണം തന്മാത്രകൾ ഉണ്ടാകും. 1 ഗ്രാം മോളിക്കുലാർ മാസ് ഏതൊരു പദാർത്ഥം എടുത്താലും അതിൽ അവഗാഡ്രോ എണ്ണം തന്മാത്രകൾ ഉണ്ടായിരിക്കും. 273 കെൽവിൻ താപനില, 1 അറ്റ്മോസ്ഫിയറിക് മർദ്ദം എന്നിവയെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്നും സ്റ്റാൻഡേർഡ് പ്രഷർ എന്നും വിളിക്കുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിനാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് പ്രഷർ STP പ്രഷർ എന്ന് പറയുന്നത് 1 ATM മർദ്ദമാണ്. 1 ലിറ്റർ ലായനിയിൽ എത്ര മോൾ ലീനം അടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മോളാരിറ്റിയാണ്. മോളാരിറ്റി എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ലായനിയിൽ എത്ര മോൾ ലീനം അടങ്ങിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് കെമിസ്ട്രിയിലെ തന്മാത്ര എന്ന് പറയുന്ന ഭാഗമാണ്. വളരെ ചെറിയൊരു ടോപ്പിക്കായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.